ഹലോ എവറി വൺ. നമ്മളിന്ന് വിർജീനിയ വോൾഫ് എഴുതിയിട്ടുള്ള മിസ്സസ് ഡാലോവേ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു നോവലിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ സമ്മറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ മിസ്സസ് ഡാലോവേ എന്ന് പറയുന്ന ഈ ഒരു നോവലിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എഴുതുന്ന ഒരു നോവലാണ്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ലിറ്ററൽ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് വിർജീനിയ വോൾഫ് ഈ ഒരു മിസ്സസ് ഡാലോവേ എന്ന് പറയുന്ന ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. സോ ഇതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നോവലിൻ്റെ പോലെ തന്നെ അത്രയും ഒരുപാട് സംഭവ വികാസങ്ങളോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഈ ഒരു നോവലിൽ ഉണ്ടാവില്ല. ഇതിലുണ്ടാവുക എന്താ വെച്ചാൽ ഈ ഓരോ ക്യാരക്ടേഴ്സിനെ പറയുമ്പം അവരുടെ ഇന്നർ തോട്ട്സ്, അവരുടെ ചിന്തകൾ, മെമ്മറീസ്, ഫീലിങ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലത്തെ നോവൽസിനെ അല്ലെങ്കിൽ അതുപോലത്തെ ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിളാണ് നമ്മുടെ മിസ്സസ് ഡാലോവേ എന്ന് പറയുന്ന ഈ ഒരു നോവൽ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. സോ ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് മെയിനായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ക്ലാരിസ ഡാലോവേ എന്ന് പറയുന്ന ഒരു 52 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. അവരുടെ ഹസ്ബൻഡായിട്ടുള്ള റിച്ചാർഡ് ഡാലോവേ, ദെൻ അവരുടെ മകളായിട്ടുള്ള എലിസബത്ത് ഡാലോവേ. ദെൻ നമ്മുടെ ക്ലാരിസയുടെ തന്നെ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള പീറ്റർ വാൾഷ് ക്ലാരിസയുടെ ഒരു ലവറായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സാലി സെറ്റൺ എന്ന് പറയുന്നത് ഒരു ലേഡി ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ദെൻ ഇതിൽ ഈ ഒരു നോവലിൽ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ക്യാരക്ടറാണ് സെപ്റ്റിമസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ഒരു സെപ്റ്റിമസും അതുപോലെ തന്നെ നമ്മളെ ക്ലാരിസയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പക്ഷേ രണ്ടുപേരുടെയും മാനസിക ചിന്തകളാണ് ഈ ഒരു നോവലിലൂടെ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ ഒരു സെപ്റ്റിമസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മാനസിക രോഗമുള്ള ആളാണ്. സോ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന രണ്ട് ഡോക്ടർമാരും സെപ്റ്റിമസിൻ്റെ ഭാര്യയും, ഇവരാണ് ശരിക്കും ഇതിൽ ഈ ഒരു നോവലിലുള്ള ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. സോ നമുക്ക് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യാം. ക്ലാരിസ ഡാലോവ എന്ന് പറയുന്ന 52 വയസ്സുള്ള ഒരു പെണ്ണ്. അവരുടെ വീട്ടിൽ അന്ന് രാത്രി അന്ന് വൈകുന്നേരം ഒരു പാർട്ടി നടക്കുന്നുണ്ട്. സോ അവർക്ക് ആ പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവൾ പോകുന്നതിനിടയിൽ അവളുടെ കുട്ടിക്കാലം അവളിങ്ങനെ ചിന്തിക്കുകയാണ്. കുട്ടിക്കാലം അവളുടെ യൂത്ത് ഒക്കെ ചെലവഴിച്ചിട്ടുള്ള ബോൾട്ടൺ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു നഗരത്തെക്കുറിച്ചിട്ടും അവിടെ നിന്ന് സാലി സെറ്റൺ എന്ന് പറയുന്ന അവരുടെ സുഹൃത്തിനെ കണ്ടുമുട്ടിയത്, ലേഡിയാണ് കേട്ടോ. അവരുടെ ആ സുഹൃത്തിനെ കണ്ടുമുട്ടിയതും അതുപോലെ തന്നെ പീറ്റർ വാഷ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാരിസയുടെ തന്നെ ഒരു ലവറായിരുന്നു, പഴയ ഒരു ലവറായിരുന്നു പീറ്റർ വാഷ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഈ സാലി സെറ്റൺ എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അഥവാ അവളുടെ പല തീരുമാനങ്ങളും പിന്നീട് നമ്മുടെ ക്ലാരിസയെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അവർക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് അവർക്ക് സ്വന്തമായിട്ടുള്ള ശൈലി ഉണ്ടായിരുന്നു. ഒരു എല്ലാത്തിനും ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടായിരുന്നു സാലി സെറ്റണ് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പീറ്റർ വാഷ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാരിസയുടെ ലവറായിരുന്നു. അവർ രണ്ടുപേരും ഒരുപാട് കാലം ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് താൻ പീറ്റർ വാഷിനെ വിവാഹം കഴിക്കാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മുടെ ക്ലാരിസ ചിന്തിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാരിസയും അതുപോലെ തന്നെ പീറ്റർ വാഷ് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സും രണ്ട് ധ്രുവങ്ങളിലുള്ള ക്യാരക്ടേഴ്സായിരുന്നു സ്വഭാവം വെച്ചിട്ട് കേട്ടോ. നമ്മുടെ ക്ലാരിസ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പീറ്റർ വാഷ് ആണെങ്കിലോ അദ്ദേഹം ഒരു ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ അവളുടെ ലൈഫിലുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം കയറി ഇടപെടാറുണ്ടായിരുന്നു. സോ ഇതൊക്കെ കൊണ്ടാണ് ശരിക്കും അവൾ എന്താണ് താൻ ഇയാൾ കല്യാണം കഴിച്ചാൽ തൻ്റെ എല്ലാ തീരുമാനങ്ങളിലും ഈ ഇദ്ദേഹം കയറി ഇടപെടും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവളുടെ ലവറായിട്ടുള്ള പീറ്റർ വാഷിനെ വിവാഹം കഴിക്കാതെ പീറ്റർ വാഷ് പ്രപ്പോസ് ചെയ്യുമ്പം അവൾ റിജക്റ്റ് ചെയ്തിട്ട് പിന്നീട് റിച്ചാർഡ് ഡാലോവേ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കല്യാണം കഴിക്കുന്നത്. റിച്ചാർഡ് ഡാലോവേ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ നല്ല മാന്യമായിട്ടുള്ളൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഭയങ്കര ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പീറ്റർ വാഷ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരാളല്ല. ഭയങ്കര ഒരുപാടായിട്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് പല കാര്യത്തിനെ കുറിച്ചിട്ടും അയാൾക്ക് നല്ല വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട്. അത് അതുപോലെ ചിലപ്പം പ്രകടിപ്പിക്കും. സോ അങ്ങനത്തെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു ലൈഫായിരുന്നു നമ്മുടെ ക്ലാരിസ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ക്ലാരിസ റിച്ചാർഡ് ഡാലോവയെ വിവാഹം കഴിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ അവളിതൊക്കെ ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി അവൾ തിരിച്ച് വീട്ടിലേക്കെത്തി. വീട്ടിലേക്കെത്തുമ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പീറ്റർ വാഷ് അവളെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ചു വന്നതാണ്. അദ്ദേഹം ഓൾറെഡി ഇന്ത്യയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ലണ്ടനിലേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പം നമ്മുടെ ക്ലാരിസയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഒരുപാട് സമയം ക്ലാരിസയുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. സംസാരത്തിനിടയിൽ എന്താണ് അവരുടെ പഴയ ആ ഒരു പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ രണ്ടുപേർക്കും ഉണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാരിസയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്ലാരിസയുടെ മകളായിട്ടുള്ള എലിസബത്ത് അങ്ങോട്ടേക്ക് വരികയും ആ ഒരു സംഭാഷണം അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പീറ്റർ അവിടെ നിന്ന് അതിനുശേഷം പിരിഞ്ഞു പോകുന്നുണ്ട്. പീറ്റർ പോയതിനു ശേഷം ക്ലാരിസ തൻ്റെ ജീവിതത്തിനെ കുറിച്ചിട്ട് വീണ്ടും ചിന്തിക്കണം. താൻ എന്തുകൊണ്ടാണ് റിച്ചാർഡിനെ വിവാഹം കഴിച്ചത് ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാരിസ
ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു നോവൽ സെപ്റ്റിമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക്, അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് ഈ ഒരു നോവൽ പതിയെ നീങ്ങണം. ഈ സെപ്റ്റിമസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, അദ്ദേഹം യുദ്ധത്തിന് മുമ്പ് വളരെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന, സാഹിത്യങ്ങളെയും ആർട്ടിനെയും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ഒന്നാം ലോക മഹായുദ്ധം വരികയും അദ്ദേഹം അതിൽ സൈനികനായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇവാൻസ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അവർ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ട് പിന്നീട് മാറി. പക്ഷേ ആ ഒരു യുദ്ധത്തിൽ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഇവാൻസ് മരണപ്പെട്ടു പോവുകയാണ്. അതിനുശേഷം ആ ഒരു മരണപ്പെട്ട വാർത്ത അദ്ദേഹം അറിയുമ്പോൾ ശരിക്കും അദ്ദേഹം ഒരു എക്സ്പ്രഷനില്ല, അദ്ദേഹം കരഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അഥവാ അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഒരു ഇമോഷൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന അദ്ദേഹത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് അദ്ദേഹം അതിന് ശേഷം ഈ ഒരു ഒന്നാം വേൾഡ് വാറിന് ശേഷം അദ്ദേഹം ഇറ്റലിയിലേക്ക് പോകുന്നുണ്ട്. ഇറ്റലിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നീട് ഭാര്യയായിട്ടുള്ള റിയ, അതുപോലെ തന്നെ ലുക്രേസിയ എന്നുള്ള പേരിലൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്. സോ നമുക്ക് റിയ എന്ന് പറയാം. സോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആവാൻ വേണ്ടിയിട്ടിരുന്ന അവളെ കാണുകയും പിന്നീട് അവർ മാരേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആഫ്റ്റർ മാരേജ് അവർക്കെന്താണ്, ആദ്യമൊന്നും നമ്മുടെ റിയയ്ക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പോകെ പോകെ നമ്മുടെ സെപ്റ്റിമസിൻ്റെ ക്യാരക്ടേഴ്സിന് എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന പോലെ നമ്മളെ റിയയ്ക്ക് തോന്നുകയാണ്. കാരണം അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തോട് മരങ്ങൾ സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഇവാൻസ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരികയും അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ സെപ്റ്റിമസിനോട് സംസാരിക്കുന്നതായിട്ടും അങ്ങനെ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരുപാട് ഭീകരമായിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ മുന്നിലിങ്ങനെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതം, അതാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവം ആയതുകൊണ്ട് ആ ഒരു പേടിയിൽ നിന്ന്, ആ ഒരു അത്രയും ആ ഭീകരതയിൽ നിന്ന് ആളുകൾ എന്താണ് വിട്ടുമാറിയിട്ടില്ല. അത് മാനസികമായിട്ട് ആ ഒരു വേൾഡ് വാർ എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ നമ്മുടെ റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അങ്ങനെ അവരുടെ ലൈഫാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് ക്ലാരിസയും അതുപോലെ തന്നെ സെപ്റ്റിമസും തമ്മിൽ എന്താണ് റിലേഷൻ? അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അവർ തമ്മിൽ ഈ ഒരു സ്റ്റോറിയിൽ കണ്ടുമുട്ടുന്നുമില്ല, കൂട്ടുമുട്ടുന്നുമില്ല. ഇത് പിന്നീട് ചെറിയൊരു കാര്യം എന്താ വെച്ചാൽ അത് ഈ ഒരു സ്റ്റോറിയുടെ അവസാനമാകുമ്പം പറയും കേട്ടോ. സോ ഇവർ രണ്ടുപേരും പറയാനുള്ള കാരണം, നമ്മുടെ ക്ലാരിസയാണെങ്കിലും അതുപോലെ തന്നെ സെപ്റ്റിമസ് ആണെങ്കിലും അവരുടെ ചിന്തകൾ ഏകദേശം രണ്ടുപേരുടെയും ചിന്തകൾ സെയിം ആണ് എന്നുള്ളതാണ്. അപ്പം അവരുടെ രണ്ടുപേരുടെയും ചിന്തകളെ തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു നോവൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ പിന്നീട് അടുത്ത സീനായിട്ട് വരുന്നത്, അന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ ഒരു സംഭവം ശരിക്കും ഒരൊറ്റ ദിവസം നടന്നിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഈ ഒരു നോവൽ മുഴുവനായിട്ടും വായിക്കാനുള്ളത് ഒരൊറ്റ ദിവസം നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. സോ അന്ന് ഉച്ചയ്ക്ക് തന്നെ ക്ലാരിസയുടെ ഭർത്താവായിട്ടുള്ള റിച്ചാർഡ് വീട്ടിലെത്തണം. അദ്ദേഹത്തിന് ക്ലാരിസയോട് എന്താണ് ഐ ലവ് യു എന്ന് പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ അത് തുറന്ന് പറയാൻ കഴിയുന്നില്ല. പകരം അദ്ദേഹം കൊണ്ടുവന്ന പൂക്കൾ അവൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം സമയം ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, അവർ ഇംഗ്ലണ്ടിൻ്റെ ഒരു സോഷ്യൽ ഇതെന്ന് പറയുമ്പം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ എന്താണ്, അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും അവരെന്താണ് ഒരിക്കലും അത് പ്രകടിപ്പിച്ച് കാണിക്കാത്ത ഒരു പ്രകൃതത്തെയാണ് ഇവിടെ നമ്മുടെ റൈറ്റർ ഇവിടെ പറയുന്നത് കേട്ടോ. ദെൻ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലാരിസയുടെ തന്നെ മകളായിട്ടുള്ള എലിസബത്തിനെ കുറിച്ചിട്ടാണ്. അവരുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്താണ്, ഏകദേശം 15 വയസ്സെങ്ങാണ്ട് ഉള്ള മകളാണ് തോന്നുന്നുണ്ട് കേട്ടോ. സോ അവരുടെ ലൈഫിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. തൻ്റെ അമ്മയെ പോലെ ഒരു സോഷ്യലായിട്ടുള്ള ലൈഫ് വേണോ അതോ സ്വന്തമായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന എലിസബത്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ഈ സെപ്റ്റിമസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള റിയ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹത്തിന് പല ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം കൊണ്ടുപോകുന്നത് ഡോക്ടർ ഹോംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ്. അപ്പം അദ്ദേഹം ആണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രോഗത്തെക്കുറിച്ചിട്ട് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല, ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആക്കിയിട്ട് എടുക്കുന്നുമില്ല. അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യനായിട്ടും പരിഗണിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടും ഇത് പരിഹരിക്കുന്നത് അതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണെന്നുള്ള രീതിയിൽ അദ്ദേഹം തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഞാൻ പിന്നീട് കൊണ്ടുപോകുന്നത് ഡോക്ടർ ബ്രാഡ്ഷാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അദ്ദേഹം കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറയുന്നത് ശരിക്കും അദ്ദേഹത്തെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് ഇടണം, എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രോഗം മാറുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പം അങ്ങനെ തീരുമാനിച്ചെന്താണ്, അദ്ദേഹത്തെ ഒരു മാനസികാരോഗ്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. അപ്പം നമ്മുടെ സെപ്റ്റിമസിന് തോന്നുകയാണ് അവിടെ കൊണ്ടുപോയിട്ടാൽ താൻ ഒറ്റക്കാവും, അതുപോലെ തൻ്റെ ഒരു സ്വാതന്ത്ര്യം അതിലൂടെ തന്നെ നഷ്ടപ്പെടും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം എന്താണ് അതിൻ്റെ ജനാലയിൽ നിന്ന് ചാടിയിട്ട് സൂയിസൈഡ് ചെയ്യുകയാണെന്നുള്ളതാണ് പറയുന്നത്. ദെൻ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് വൈകുന്നേരം ആകുമ്പം നമ്മുടെ ക്ലാരിസയുടെ വീട്ടിൽ പാർട്ടി നടക്കുകയാണ്.
ആ ഒരു പാർട്ടിയിലേക്ക് അവരുടെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള പീറ്റർ വാഷ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാലി സെറ്റൺ തുടങ്ങിയിട്ടുള്ള പല ആളുകളും ആ ഒരു പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ അതൊരു അപ്പർ ക്ലാസ് ആയിട്ടുള്ള പാർട്ടിയാണ് കേട്ടോ. സോ അത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും പങ്കെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഹോംസും ഡോക്ടർ ബ്രാഡ്ഷായും ഒക്കെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡോക്ടർ ബ്രാഡ്ഷാ ആണ് ആ ഒരു പാർട്ടിയിൽ നിന്ന് എന്താണ് നമ്മുടെ സെപ്റ്റിമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണം പറയുന്നത്. അദ്ദേഹം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ളൊരു ആഘാതം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ജനലിലൂടെ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരം അവിടെ ആ പാർട്ടിയിൽ വെച്ച് പറയുകയാണ്. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ക്ലാരിസ ആ ഒരു മരണവാർത്ത അറിയുന്നത്. മരണവാർത്ത എന്നല്ല, ക്ലാരിസ എന്ന് പറയുന്ന വ്യക്തിക്ക് സെപ്റ്റിമസിനെ അറിയ പോലുമില്ല. പക്ഷേ ഈ ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യം കേട്ടപ്പോൾ ശരിക്കും അവളൊന്ന് ഒറ്റയ്ക്കിരുന്ന് കുറച്ച് നേരം ചിന്തിക്കുന്നുണ്ട്. കാരണം അവൾ ചിന്തിക്കുകയാണ് മരണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം തൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ശരിക്കും അയാൾ ആ ഒരു മരണത്തെ തിരഞ്ഞെടുത്തത് എന്നുള്ള രീതിയിൽ അവൾ മനസ്സിലാക്കുകയാണ്. കാരണം ശരിക്കും രണ്ടുപേരും ഒരേ ഒരു ക്യാരക്ടേഴ്സ്, അഥവാ നമ്മുടെ ക്ലാരിസ ആണെങ്കിൽ എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് താൻ പ്രണയിച്ച പീറ്റർ വാഷിനെ പോലും വേണ്ടാന്ന് വെച്ച് റിച്ചാർഡ് ഡലോവേനെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ സെപ്റ്റിമസ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ്, അദ്ദേഹം വ്യക്തി സ്വാതന്ത്ര്യം വളരെ അധികം അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ എന്താണ് തനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതിന് മുന്നേ തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഒരാൾ വീണ്ടും ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ ഒരാൾ അതിനെ മരണത്തെ തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിൽ അപ്പം രണ്ടുപേരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ക്ലാരിസ അവിടെ മനസ്സിലാക്കണം. അങ്ങനെ ക്ലാരിസ വീണ്ടും ആ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അവളെ വീണ്ടും ആ പാർട്ടിയിലേക്ക് വരുന്നത് കണ്ടപ്പം പീറ്റർ വാഷിന് വളരെ ഒരു സ്നേഹം കൂടെ, അവളോടുള്ള ഒരു പഴയ സ്നേഹവും അവളുടെ റെസ്പെക്റ്റൊക്കെ വീണ്ടും അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ആ നോവൽ അവസാനിക്കുന്നത് ഫർദർ ഷീ വാസ് എന്ന് പറയുന്നത്, അഥവാ അവൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വാചകത്തോട് കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. കാരണം ഈ ഒരു പീറ്റർ വാഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പോഴും ആ ഒരു 52 വയസ്സായ ആ ഒരു ക്ലാരിസയെ അപ്പോഴും ഉള്ളിൽ എവിടെയൊക്കെയോ പ്രണയിക്കുന്നതായിട്ട് അപ്പോഴും നമുക്ക് അതിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതോടെ ഈ ഒരു നോവൽ അവസാനിക്കുകയാണ്. സോ ഈ ഒരു നോവൽ മാത്രം കേൾക്കാൻ വന്നവരാണെങ്കിൽ ഇപ്പോൾ പോകാം. പക്ഷേ സെക്കൻഡ് ഇയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമുക്ക് യൂണിറ്റ് 11 മിസ്സസ് ഡാലോവേ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ നോക്കാനുള്ളത്. സോ ഇതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു തന്നു. പക്ഷേ ഈ ഒരു യൂണിറ്റിൽ വേറെ പല ഡീറ്റെയിൽസ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കേട്ടിട്ടേ പോകാവൂ കേട്ടോ. സോ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ദ മെയിൻ പോയിന്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ മിസ്സസ് ഡാലോവേ എന്ന് പറയുന്ന ഇതിൽ പറയുന്നത് വെച്ചാൽ ഇതെന്താണ്, സാധാരണ ഒരു നോവലുള്ള പോലെയുള്ള ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വളരെ വലിയ ഇവൻസോ ഒന്നും ഈ ഒരു നോവലിലില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണ്, നമ്മുടെ ക്ലാരിസയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അവരുടെ മെമ്മറീസ്, പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വിവരിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഇതിലുള്ളത് മുഴുവനും. ക്ലാരിസ എന്ന് പറയുന്നവർ എന്താണ് പാർട്ടിക്ക് തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ എന്താണ് പഴയ ഓർമ്മകൾ വരികയാണ്, ജീവിതത്തിൻ്റെ ചിന്തകളെക്കുറിച്ചിട്ടും ഒക്കെ എന്താണ് ആ ഒരു വായനക്കാരൻ്റെ മുന്നിലേക്ക് വരികയാണ്. സെപ്റ്റിമസിനെ കുറിച്ചിട്ട് പറയുന്നതാണ്, അദ്ദേഹം ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്തുള്ള ഒരു സൈനികനാണ്. പിന്നീട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഇവാൻസ് കൊല്ലപ്പെടുകയാണ്. അതിലെന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഘാതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ വേട്ടയാണ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവാൻസിൻ്റെ ഗോസ്റ്റിനൊക്കെ കാണുന്ന ഭയങ്കരം ഒരു വലിയൊരു ഭീകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ മാനസിക നില തകരുകയാണ് ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ലുക്രേസിയ എന്ന് പറയുന്നത് എന്താണ് സെപ്റ്റിമസിൻ്റെ ഭാര്യയാണ്. ഒരു ഇറ്റലിക്കാരിയാണ്. അവരൊരു ഇറ്റലിയിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവർ ലണ്ടനിലോട്ട് വരികയാണ്. അങ്ങനെ ഈ ലണ്ടനിൽ നമ്മുടെ അവരുടെ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ല. പക്ഷേ തൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ അദ്ദേഹത്തെ സംരക്ഷിച്ച് മാത്രം അവരിവിടെ കഴിഞ്ഞു കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ രീതിയിലാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പാസ്റ്റ് പ്രസൻറ്റ് ഒക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ദെൻ എ വ്യൂ ഓഫ് ദ സോഷ്യൽ ഫാബ്രിക് ഇൻ ഇംഗ്ലണ്ട്. അതിൽ പീറ്റർ വാഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു തിങ്കറെ പോലെയാണ് ശരിക്കും അതിൽ കാണുന്നത്. കാരണം ആ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചിട്ടും അദ്ദേഹം ക്രിട്ടിക്സ് ചെയ്ത് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് പീറ്റർ വാഷിനെ ശരിക്കും ആ നോവലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ക്ലാരിസയെ കുറിച്ചിട്ടും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ആര് ചിന്തിക്കാറുണ്ട്, പീറ്റർ വാഷ് ചിന്തിക്കാറുണ്ട്. അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരിക്കലും വിജയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു സമാധാനം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പീറ്റർ ക്ലാരിസയെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ ശക്തമായിട്ടുള്ള ഇമോഷൻസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇമോഷൻസ് ഇതൊക്കെ കാരണം ക്ലാരിസയ്ക്ക് തന്നെ എന്താണ് ഒരു കൺഫ്യൂഷൻ വരികയാണ്. താൻ എന്താണ് ഇയാളെ കല്യാണം കഴിച്ചാൽ എന്താണ് ശരിക്കും തനിക്കൊരു ഫ്രീഡം കിട്ടുമോ എന്നുള്ളത് അവർ തന്നെ ചിന്തിച്ചെന്താണ് അവരുടെ കല്യാണം കഴിക്കാതെ റിച്ചാർഡിനെ പോയി കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്.
അതുപോലെ ഈ ഒരു പാർട്ടിനെ കുറിച്ചിട്ട് പറയുന്നത്, ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ സൊസൈറ്റിയുടെ ഒരു സിമ്പിളാണ്. കാരണം ഈ ഒരു പാർട്ടിയിൽ ആരൊക്കെയാണ് ജോയിൻ ചെയ്യുക? അപ്പർ ക്ലാസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ഡോക്ടേഴ്സ്, സോൾജേഴ്സ് തുടങ്ങിയിട്ടുള്ള അപ്പർ ക്ലാസ് ലെവലിലുള്ള ആളുകൾ മാത്രമാണ് ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പം ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥയും ഇതിലൂടെ തുറന്ന് കാട്ടുന്നുണ്ട്. കാരണം ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇംഗ്ലണ്ട് എങ്ങനെയായിരുന്നു? വളരെ സമ്പുഷ്ടമായിട്ടുള്ള എല്ലാം കൊണ്ടും നല്ല മികച്ച രീതിയിൽ നിൽക്കുന്ന, അഥവാ ഈ ലോകത്തെ 1/4 ഭാഗം അടക്കി വരച്ചിരുന്ന രാജാക്കന്മാരായിട്ടുള്ള ബ്രിട്ടനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയമായപ്പോഴേക്കും വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടെ എന്താണ് ബ്രിട്ടൻ്റെ ആ ഒരു പ്രതാപം ഒക്കെ ശക്തിയും ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അവരുടെ കോളനികളെ നിയന്ത്രിക്കാനുള്ള ശക്തി പോലും അവർക്കില്ലാതായി. ആ ഒരു സൊസൈറ്റി എന്നാണ് പതുക്കെ ആ ഒരു തകർച്ചയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു നോവലിൻ്റെ എൻഡിങ്ങിൽ സെപ്റ്റിമസിൻ്റെ സൂയിസൈഡ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വാർ മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ടാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സൂയിസൈഡായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ ഫാക്കൽറ്റി ആൻഡ് ദ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നത് വെച്ചാൽ, പാർട്ടി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു സോഷ്യൽ ലൈഫിനെയും അതുപോലെ തന്നെ അവരുടെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പം ഒരു സൊസൈറ്റിയിൽ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, വെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ശരിക്കും ഒരുമിച്ച് കൂടുന്നത് ഇത്തരം പാർട്ടികളിലൂടെയാണ്. പക്ഷേ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റിയൽ ഹാപ്പിനെസ്, ആ ഒരു പാർട്ടിയിൽ നമുക്ക് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ശരിക്കും അവർ സന്തോഷത്തോടെയുള്ള ആളുകളല്ല. ശരിക്കും പുറമേ മനോഹരമായിട്ട് തോന്നുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഭയങ്കര ഒരു എംപ്റ്റിനെസ്സും അതുപോലെ തന്നെ അൺസർട്ടനിറ്റിയൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുള്ളതാണ് നോവൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ നോവലിൽ പ്രതിപാദിക്കുന്ന കുറച്ച് സോഷ്യൽ പ്രോബ്ലംസ് പറയുന്നുണ്ട്. ഇമ്പാക്റ്റ് ഓഫ് കോളനൈസേഷൻ്റെ ഒരു എഫക്റ്റ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോവലിൽ പറയുന്നുണ്ട്. അതുപോലെ സോഷ്യൽ സ്റ്റാറ്റസിനായിട്ട് മാത്രം ഒരു ഫേക്ക് ബിഹേവിയർ നടത്തുന്ന ഒരുപാട് വെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ പവറിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ആളുകളെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പർ ക്ലാസിൻ്റെ അപ്പർ ക്ലാസ് ആണെന്നുള്ള രീതിയിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് എന്താണ് പറയുക, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരെയൊക്കെ ഇതിലൂടെ തുറന്ന് കാട്ടുന്നുണ്ട്. പിന്നീട് പറയുന്നത് നമ്മുടെ ലുക്രേസിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട്, നമ്മുടെ സെപ്റ്റിമസിൻ്റെ വൈഫാണല്ലേ. അപ്പം ഈ അവരെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാൻ കാരണം അവരെന്താണ് ഈ ഒരു നോവലുള്ള മറ്റുള്ളവരെക്കാളും കൂടുതൽ ആ സൊസൈറ്റിയെയും അവരുടെ ഫെയിലിയറിനെയും എംപ്റ്റിനെസ്സിനെയും ഒക്കെ വ്യക്തമായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവരെന്താണ് അവൾ പ്രതീക്ഷ കൈവിടാതെയാണ് തൻ്റെ ഭർത്താവിനെ നോക്കുന്നത്. അപ്പം ഈ ഒരു നോവലിൽ അവളൊരു ദ ഫ്ലവറിങ് ട്രീ എന്നുള്ള രീതിയിലാണ് അവൾ വിശേഷിക്കുന്നത്, അഥവാ പൂത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമായിട്ട് അവളെ വിശേഷിപ്പിക്കുന്നത്. കാരണം അവൾ ഈ ഒരു ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഹോംസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡോക്ടർ ബ്രാഡ്ഷായിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും അവരെ രണ്ടുപേരെയും സെപ്റ്റിമസിന് വളരെയധികം പേടിയായിരുന്നു. കാരണം ഒരു ഭീകരമായിട്ടുള്ള എന്തോ പോലെയാണ് ശരിക്കും ആ ഡോക്ടേഴ്സിനെ ആര് കണ്ടിട്ടുണ്ടായിരുന്നത്, സെപ്റ്റിമസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് അവരെ ബഹുമാനിക്കുന്ന, അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള അധികാരങ്ങളുള്ള ആളുകളായിരുന്നു. പക്ഷേ ഈ രണ്ട് ഡോക്ടേഴ്സ്മാരെ സംബന്ധിച്ച് അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിർജീനിയ വോൾഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ സെപ്റ്റിമസിനെയും ലുക്രേഷ്യനെയും ഒരു മിത്തിക്കലായിട്ടുള്ളൊരു കപ്പിൾ ആയിട്ടാണ് അവരെ ചിത്രീകരിച്ചിട്ടുണ്ടായത്. കാരണം അവസാനം എന്താണ് അവരുടെ കുടുംബജീവിതം തകരുന്നതിൻ്റെ സൂചനകളൊക്കെ ഈ ഒരു നോവലിൽ അവസാനം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. ഇതെന്താ എക്സ്പെരിമെൻ്റൽ പ്ലോട്ട് എന്നുള്ള രീതിയിൽ പറയുന്നത് വെച്ചാൽ, മിസ്സിസ് ഡാലോവേക്ക് എന്താണ് ഒരർത്ഥത്തിൽ ഒരു സ്റ്റോറിയോ ഒരു പ്ലോട്ടോ ഒന്നും ഇല്ല. കാരണം 19th സെഞ്ച്വറിയിലുള്ള നോവലിസ്റ്റുകൾക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് എൻഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ റീസൺ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, ഡയലോഗ്സ് ഉണ്ടാവും, സസ്പെൻസ് ഉണ്ടാവും, ക്യാരക്ടേഴ്സിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് കാണിക്കും. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു നോവൽസ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇതിൽ അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിൽ ക്ലാരിസ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവൾ പൂക്കൾ വാങ്ങാൻ പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് മാത്രമാണ് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളാണ് ശരിക്കും ഈ ഒരു നോവലിലുള്ള പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത്. അപ്പം ഹീറോയിൻ്റെ മെൻ്റൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദ ലാസ്റ്റ് ടോപ്പിക്, പോയറ്റിക് അപ്രോച്ച് ദാൻ ദ ഫിക്ഷണൽ വൺ. ഇതിൽ നമ്മുടെ വിർജീനിയ വോൾഫ് എന്ന് പറയുന്നത് ആ ഒരു എഴുത്തുകാരി വെറും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വേല മാത്രമല്ല അവർ എഴുതുന്നത്, അവരുടെ എഴുത്തിന് ഒരു പോയറ്റിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള പാസ്റ്റുകളുണ്ട്. ആരും എംപ്റ്റിനെസ് ആയിട്ട് അല്ലെങ്കിൽ ശൂന്യമായിട്ട് ആരും ജീവിക്കുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പാസ്റ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കാനുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ വോൾഫിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത് ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. കാരണം ഒരാളെയും ഗുഡ് ക്യാരക്ടേഴ്സ് എന്നോ മോശം ക്യാരക്ടേഴ്സ് എന്നോ എന്നുള്ള രീതിയിൽ അവർ വിലയിരുത്തുന്നില്ല. കാരണം എല്ലാവരും പെരുമാറുന്നതിനും എല്ലാ ആളുകളും ചിന്തിക്കുന്നതിനും അവരുടേതായിട്ടുള്ള റീസൺ, സാമൂഹികപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള റീസൺ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് നമ്മുടെ വോൾഫിനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ അവരുടെ എഴുത്തിലെന്താണ് നമ്മുടെ പഴയ മെമ്മറീസിന് എക്സ്പീരിയൻസിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാരക്ടേഴ്സ് പലപ്പോഴും ഒറ്റക്കായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ഒറ്റക്കായിരിക്കും അവർ നടക്കുക എന്നുള്ളതാണ് നമുക്ക് അവരുടെ ഇതിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ജീവിതത്തിന് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ദെൻ ഈ ഒരു ബ്ലോക്കിലുള്ള അവസാന യൂണിറ്റായിട്ടുള്ള യൂണിറ്റ് 12 മിസ്സിസ് ഡാലോവേ തീംസ് ആൻഡ് കൺസേൺസ്. ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് മിസ്സിസ് ഡാലോവേ എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയിലുള്ള ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ഒരു
മെൻ്റൽ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ചിത്രീകരിച്ചിട്ടുണ്ടായത്. അപ്പം ലൈഫിൽ തന്നെ വിജയിച്ചവരും ഉണ്ട്, പരാജയപ്പെട്ടവരും ഈ ഒരു നോവലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ 2 തലങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒന്ന് അവരുടെ പാസ്റ്റ് ലൈഫ്, ഒന്ന് ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റ് ലൈഫ് എന്നുള്ള രീതിയിൽ. അപ്പോൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പോരാട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്ത, ഒരു വലിയൊരു പ്രചോദനങ്ങളൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നത്. ദ മിസസ് ഡാലോവെ ദ ഫസ്റ്റ് വേൾഡ് വാർ ആസ് എ ക്രൂഷ്യൽ ഇഷ്യൂ. നമുക്കറിയാം 20th സെഞ്ചുറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ളത്. യുദ്ധാനന്തരം എന്താണ്, ലോകങ്ങൾ ഒരുപാട് ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് പ്രതിസന്ധികൾ അവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് റീച്ച് ഓഫ് ദ കോളനീസ് ആൻഡ് ദ അസോസിയേറ്റഡ് പ്രോബ്ലംസ് പറയുന്നുണ്ട്. ഇതിൽ യൂറോപ്യൻ കൺട്രീസ് എന്താണ് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം സ്വീകരിച്ചതോടെ എന്താണ്, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം സ്വീകരിച്ചോ അത് ഫോളോ ചെയ്തതോടെ എന്താണ്, ഏഷ്യ, ആഫ്രിക്ക, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലുള്ള പല ഭാഗങ്ങളും ഇവരെന്താണ് കോളനികളാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. കോളനികൾ സ്ഥാപിച്ചു. അങ്ങനെ അവരെ നല്ല സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഫസ്റ്റ് വേൾഡ് വാർ വരുന്നത്. പക്ഷേ ആ ഒരു യുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ശക്തി, അവരുടെ പ്രതാപം ഒക്കെ വളരെ കുറഞ്ഞു. പക്ഷേ ആഫ്റ്റർ ദി വേൾഡ് വാർ നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ പവർ എല്ലാം ഇല്ലാതായി. വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ഇംഗ്ലീഷിനെ സംബന്ധിച്ച്, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു കോളനികളെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്യാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതുപോലും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് മാറി എന്നുള്ളതാണ്. ഈ ഒരു നോവൽ ശരിക്കും കോളനിയിലെ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂചനകളൊക്കെ നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. ദെൻ എഫക്റ്റ് ഓഫ് ദ വാർ ഓൺ ദ കോമൺ പീപ്പിൾ. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ ഒരു യുദ്ധം എങ്ങനെ സാധാരണ മനുഷ്യനെ ബാധിച്ചു എന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ നോവലിൽ പറയുന്ന മെയിനായിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള സെപ്റ്റിമസ് എന്ന് പറയുന്ന കഥാപാത്രം അല്ലേ. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. ആ യുദ്ധത്തിൽ പങ്കെടുത്തു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഇവാൻസ് മരണപ്പെട്ടു. പിന്നീട് എന്താണ്, അദ്ദേഹത്തിന് കാണുന്നതും കേൾക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ട് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് തന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഭയം അദ്ദേഹം പിടിപെടുകയാണ്. ഒരു മാനസികമായിട്ട് തകർന്ന രീതിയിൽ അദ്ദേഹത്തിന് സാധാരണമായിട്ടുള്ള അനുഭവിക്കുന്ന സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥ, ഒരു മെൻ്റൽ പ്രോബ്ലം ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ മനുഷ്യന്മാർക്കും ഒരു ട്രോമ പോലെയാണ് ശരിക്കും ഒരു ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ദെൻ ഇൻഫ്ലുവൻസ് ഓൺ ലിറ്ററേച്ചർ. ഇത് എങ്ങനെ ലിറ്ററേച്ചേഴ്സിനെ ബാധിച്ചു, ആ ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെ ലിറ്ററേച്ചേഴ്സിനെ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ശേഷം എന്താണ്, സാഹിത്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ കാര്യങ്ങൾ, ഒരു കഥ പറയുന്ന സ്റ്റൈല് മാറി. അതുപോലെ മനുഷ്യരുടെ ചിന്തകൾ, മെമ്മറീസ്, ലോൺലിനെസ്, ഹെൽപ്നെസ്, അതുപോലെ തന്നെ സംശയങ്ങൾ, ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി. അതുപോലെ തന്നെ ഒരു മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിൽ എന്താണ് മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ ലോൺലിനെസ്, ഫ്രാഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത്. ദെൻ ദ മെഡിക്കൽ പ്രൊഫഷൻ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ നോവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പം മിസ്സസ് ഡാലോവിൽ എന്താണ് നമ്മുടെ വോൾഫ് പറയുന്ന കാര്യം, ഈ ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും ഡോക്ടർ ഹോംസ്, അതുപോലെ തന്നെ ഡോക്ടർ ബ്രാഡ്ഷാ എന്ന് പറയുന്ന ഇവരിലൂടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെൻ്റൽ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആളുകളോട് ഡോക്ടേഴ്സ് പെരുമാറുന്ന രീതിയെക്കുറിച്ച് അതിനെന്താണ് വിമർശിച്ചിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്, അവർക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സാമൂഹിക പദവിക്കും അതുപോലെ തന്നെ ആ ഒരു പണത്തിനും അധികാരത്തിനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അവർ ആ ഒരു കാലം, അല്ലാതെ ആ ഒരു പേഷ്യൻറ്റിലേക്ക് എത്താൻ, അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ്. അപ്പം അതിനെയാണ് ശരിക്കും അതിലൂടെ വിമർശിക്കുന്നത്. ഇപ്പം ശരിക്കും ഡോക്ടർ ഹോംസ്, ആദ്യം സെപ്റ്റിമസിനെ കാണിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ ഹോംസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ജനറൽ ഫിസിഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ഒരു സെപ്റ്റിമസിൻ്റെ മെൻ്റൽ പ്രോബ്ലംസ് എന്ത് സീരിയസ് ആയിട്ട് അദ്ദേഹം എടുക്കുന്നില്ല. അപ്പം സാധാരണ ആളുകൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ഒരു സ്വാഭാവിക അവസ്ഥയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഒരു രോഗലക്ഷണങ്ങളും അദ്ദേഹം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഒരു പേഷ്യൻറ്റിനോടും ഒരു സിമ്പതി കാണിക്കാത്ത ഒരു മനോഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിലൂടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയാണ് ശരിക്കും അതിലൂടെയൊക്കെ നമ്മുടെ റൈറ്റർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ബ്രാഡ്ഷാ, അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ രോഗിയെ കാണുമ്പോൾ തന്നെ ആ രോഗിനെ അങ്ങോട്ട് വിലയിരുത്തും. അങ്ങനെയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ ആ ഒരു അദ്ദേഹത്തെ കണ്ട പാടെ തന്നെ എന്താണ്, അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ടുള്ള ഒരു ചികിത്സയാണ് അദ്ദേഹത്തിന് വേണ്ടതെന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പം ഇതിൽ വോൾഫ് പറയുന്നത് എന്താ വെച്ചാൽ, ഡോക്ടേഴ്സ് എന്താണ് പൊതുജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ശരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. രോഗികളുടെ മാനസികാവസ്ഥ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും മനുഷ്യന്മാർ ഒരു രോഗിയെ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഒരു ഡോക്ടേഴ്സ് എന്നുള്ള ഒരു വൈദ്യ മേഖലയിലുള്ള ഒരു പൊള്ളത്തരം അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ലായ്മയൊക്കെയാണ് ഇതിലൂടെ നമ്മുടെ വോൾഫ് തുറന്ന് കാട്ടുന്നത് എന്നുള്ളതാണ്. ദെൻ ലവ് ആൻഡ് മാഡ്നസ്. ഇതിൽ ഈ ഒരു നോവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണ് ലവ് എന്ന് പറയുന്നത് അല്ലേ. ലവ് എന്ന് പറയുന്ന സംഭവം മനുഷ്യൻ്റെ ലൈഫിന് തന്നെ നല്ലൊരു ലക്ഷ്യം അല്ലെങ്കിൽ നല്ലൊരു മീനിങ് ഫുൾ നൽകുന്ന ഒരു സംഭവമാണ് ലവ് എന്ന് പറയുന്നത്. ഇവിടെ സെപ്റ്റിമസും അതുപോലെ തന്നെ ലുക്രേഷ്യയും തമ്മിലുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്ന ജീവിതത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു മാനസിക ആഘാതം മുതലും ആ ഒരു ദാമ്പത്യം അവിടെ തകർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അദ്ദേഹം പരിചയപ്പെടുന്നത് നമ്മുടെ
യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അതുവരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ വിവാഹത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടും ആ ഒരു മാനസികമായിട്ടുള്ള ആഘാതം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം പ്രണയിച്ച് കല്യാണം കഴിച്ചു പിന്നീട് വിവാഹം ചെയ്തിട്ടു പിന്നീട് എന്താണ് ലണ്ടനിലോട്ട് ഇങ്ങോട്ട് പോരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ് അദ്ദേഹത്തിന് എന്താണ് തൻ്റെ സുഹൃത്ത് മരണപ്പെട്ട ഇവാൻസിൻ്റെ ആ ഒരു ഗോസ്റ്റ് കാണുകയും പേടിക്കുകയും ഇത് അദ്ദേഹം തന്നെ മുന്നിൽ വരുന്നതായിട്ട് അദ്ദേഹത്തിന് ഇത് റിയൽ ആണോ അതോ തൻ്റെ തോന്നലാണോ എന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അതായിരുന്നു അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം തൻ്റെ ഭർത്താവിനെ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്, രക്ഷിക്കാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും അവർ കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് മാറി കിട്ടിയെങ്കിൽ. പക്ഷേ ഇതിൻ്റെ ഒരു അവസാനം നമുക്ക് കാണാൻ പറ്റും. അവരുടെ വെഡ്ഡിങ് റിങ് അവർ ഊരി മാറ്റുന്നുണ്ട്. അഥവാ അവരുടെ ദാമ്പത്യത്തിൻ്റെ ഒരു തകർച്ചയുടെ ഒരു പ്രതീകമായിട്ട് ഒരു സിമ്പിളായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. അതുപോലെ സെപ്റ്റിമസ് തന്നെ എന്താണ് അവരുടെ വിവാഹ ജീവിതം അവസാനിച്ചതായിട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നുന്നുണ്ട്. അപ്പം അതിലൂടെ എന്താ പറയുക ഈ ഒരു വാർ എന്ന് പറയുന്ന സംഭവം ഒരു ലവിനെ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഒരു ഫാമിലിയിൽ നിന്ന് എത്രത്തോളം തുടച്ചു നീക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതിലൂടെ നമ്മുടെ വോൾഫ് പറയുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് മനസ്സിനെയും അതുപോലെ തന്നെ ലവിനെ പോലും അത് നശിപ്പിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദെൻ ഐഡിയലിസം ആൻഡ് ഹ്യൂമാനിസം. ഈ മിസ്സസ് ഡാലോവേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസാണ് ഐഡിയലിസം അതുപോലെ തന്നെ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു പേർപ്പസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നിവ നഷ്ടപ്പെടുന്നതാണ് ഈ ഒരു നോവൽ വളരെയധികം അതാണ് ശരിക്കും ഈ ഒരു നോവലിൽ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ ക്ലാരിസ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി അന്വേഷിക്കുകയാണ് ഒരു ക്യാരക്ടർ അല്ലേ. ശരിക്കും ഈ ഒരു നോവലിൽ മിസ്സസ് ഡാലോവേ എന്ന് പറയുന്നത് ശരിക്കും ക്ലാരിസയാണെങ്കിൽ പോലും ആ ഒരു ഡാലോവേൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് അവർ പോലും അറിയപ്പെടുന്നത്. അപ്പം സ്വന്തമായിട്ടൊരു സ്വാധീനം ഇല്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റില്ലേ. അപ്പം എന്താണ് ആ ഒരു ഇതിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന ഒരു സ്ഥാനമാണ് അതിലൂടെ പറയുന്നത്. അപ്പം അവൾ സുരക്ഷിത ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ വ്യക്തിത്വത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് തന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന പീറ്റർ വാഷിനെ കല്യാണം കഴിക്കാതെ റിച്ചാർഡിനെ കല്യാണം കഴിക്കേണ്ടി വന്നത്. കാരണം തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വാതന്ത്ര്യവും ഐഡൻറ്റിറ്റിയും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് അവൾ ആ ഒരു തീരുമാനം എടുപ്പിക്കാൻ കാരണമായിട്ടുള്ളത്. ഇനി പീറ്റർ വാഷിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും അദ്ദേഹം ഒരു ഐഡിയലിസ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്, ഒരു നല്ലൊരു തിങ്കർ, ഒരു സയൻസ്, ഒരു ഫിലോസഫറൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തിനെ കാണിക്കുന്നത്. പക്ഷേ പിന്നീട് എന്താ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് അയാൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ക്ലാരിസ എന്ന് പറയുന്ന അവളെ വിവാഹം കഴിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക് ദ സോഷ്യൽ ക്രിട്ടിക്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ എന്താണ് ഒരു സൊസൈറ്റി അടിച്ചമർത്തുകയാണെന്നുള്ളതാണ് നമ്മുടെ വിർജീനിയ വൂൾഫ് വാദിക്കുന്നത്. കാരണം എന്താണ് അവർ നല്ല പ്രായത്തിൽ അവരുടെ യൂത്ത് ആയിരിക്കുന്ന സമയത്ത് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സൈനികരായിട്ടും പോരാടാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കുക. അതുപോലെ തന്നെ സൈനികരെയും അതുപോലെ ആ ഒരു യുദ്ധത്തിൽ ജയിച്ച ആളുകളൊക്കെ എന്താണ് ആ ഒരു സൊസൈറ്റി എന്താണ് മഹത്വവൽക്കരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ആ ഒരു യൂത്തിനെ ആ ഒരു എന്താണ് ആ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സോഷ്യൽ സമ്പ്രദായത്തെയാണ് ശരിക്കും അവിടെ വിർജീനിയ വൂൾഫ് അതിനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ക്ലാരിസ, പീറ്റർ അല്ലെങ്കിൽ സെപ്റ്റിമസ് ഇവർ 3 പേരെ നോക്കുകയാണെങ്കിൽ 3 എന്താണ് ഈ ഒരു സമൂഹത്തിൻ്റെ ഇരകളായിട്ടാണ് ശരിക്കും ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ടായിരുന്നത്. ക്ലാരിസ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കേണ്ടി വരികയാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക്. അതുപോലെ പീറ്റർ ആണെങ്കിലോ അർത്ഥവത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ പോകുന്ന ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സെപ്റ്റിമസ് ആണെങ്കിലോ യുദ്ധത്തിൻ്റെ ആ ഒരു ഭീകരത മൂലം എന്താണ് അദ്ദേഹത്തിന് പിന്നീട് ആത്മഹത്യ പോലും ചെയ്യേണ്ടി വന്നു. അപ്പം ഈ ഒരു സോഷ്യലായിട്ടുള്ള നിയമങ്ങൾക്കെതിരെയാണ് ശരിക്കും ആരിവിടെ പറയുന്നത്, നമ്മുടെ വിർജീനിയ വൂൾഫ് പറയുന്നതും. ഇതോടെ ഈ ഒരു 3ാമത്തെ ബ്ലോക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴും ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. എന്നാലല്ലേ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് കേൾക്കുന്നവർ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മൾ സപ്പോർട്ടും ചെയ്യണം.